നമുക്ക് തോന്നും ഈ അക്രമവും അനീതിയും ചതിയും വഞ്ചനയൊക്കെ ചെയ്യുന്നവര് എന്തേ ദൈവം പിടികൂടാത്തെന്ന്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സഹി കെടുപ്പോ ഒരു കൊട്ടു കൊടുക്കും, അത് ആഞ്ഞൊരു കൊട്ടായിരിക്കും. എന്നാലും ഈ അംബിക ചെയ്തത് ഇത്തിരി കടുപ്പം തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒന്ന് കൊടുത്തതാണെന്ന്. ഇപ്പോ ലോക്കപ്പിൽ കിടക്കാല്ലേ. നമ്മുടെ മോനോടും മോളോടും ഒക്കെ ചില്ലറ ഉപദ്രവങ്ങളാണ് അവൾ ചെയ്തു കൂട്ടിയത്. വർമ്മ സാറിനെയും ശേഖരൻ സാറിനെയും വെറുതെ വിടണ്ടോ? അതുമില്ല. അല്ല, ഇതിപ്പോ വലിയ കേസാണോ വേണുവേട്ടാ? പിന്നെ വലിയ കേസാണോന്നോ? എടീ, ക്വസ്റ്റ്യൻ പേപ്പറാ ചോർന്നേക്കണേ. അതും SSLCയുടെ. അതും നാളെ നടക്കേണ്ട എക്സാം ആയിരുന്നു. നല്ലതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കുറച്ച് പാടാ. ചിലപ്പോ വർഷങ്ങളെടുക്കും. പക്ഷെ ചീത്തയെന്ന് പറയിപ്പിക്കാൻ ഒരു നിമിഷം മതി. വർമ്മ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൽപ്പേരാ. രാഷ്ട്രീയത്തില് ഒരു ദുഷ്പേരും ഇല്ലാത്ത മനുഷ്യരായിരുന്നു വർമ്മ സാറ്. അത് അവളീ കുറച്ചു ദിവസം കൊണ്ട് കളഞ്ഞു വിളിച്ചില്ലേ. ഇവൾക്കൊന്നുമില്ലായിരിക്കും. പക്ഷേ പ്രതാപവർമ്മ സാറ് എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? നിങ്ങളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അംബിക വർമ്മയുടെ ഭാവി. ഒരു തരത്തിലും ആ മൊഴികളില് അംബിക വർമ്മയ്ക്ക് അനുകൂലമായ ഒരു വാക്കുപോലും ഉണ്ടാകരുത്. അതെങ്ങനെ ഉണ്ടാവും സാർ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് അനുകൂലമായി ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞാൽ കുടുങ്ങുന്നത് ഞങ്ങളാവില്ല സാർ. ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ മൊഴി കൊടുക്കും. പ്രേമേന്ദ്ര, അവനെ നോക്കണ്ട, അവനെ പേടിക്കുകയും വേണ്ട. ഇവന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ അമ്മയും മകനൊന്നും ഇല്ല. ഇവനെ കൊണ്ട് എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാവി മുഖ്യമന്ത്രിയാ ഇവിടെ നിൽക്കുന്നതെന്ന് കരുതിക്കോ. അത് മാത്രമല്ല, വർമ്മയുടെ അനന്തരവനായി അറിയപ്പെടുന്ന ഇവൻ ഭാവിയില് എന്റെ മരുമകനായും അറിയപ്പെടും. എന്റെ ഭാവി അമ്മായി അച്ഛനാണെന്ന് ഇയാൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവളെങ്കിലും കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ ലൈഫ് അങ്ങോട്ട് അടിച്ച് പൊളിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. നമ്മൾ തമ്മിലുള്ള ഈ മീറ്റിംഗും വല്ല മീഡിയക്കാരും കണ്ടെത്തിയ പിന്നെ അത് മതി അവർക്ക്. അതെ, അപ്പോ പറഞ്ഞതുപോലെ അംബിക അഴിക്കുള്ളിലേക്ക് പോണം. നിങ്ങളുടെ എല്ലാ മൊഴികളും അവർക്കെതിരായിരിക്കണം. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. മന്ത്രി കസേരയിലേക്ക് മോനെ ഒന്ന് ഇരുത്താൻ വേണ്ടി അംബികയെ അങ്ങകത്തേക്ക് അയച്ചേ പറ്റൂ. ജയിലിൽ അംബികയ്ക്ക് VIP പരിഗണനയായിരിക്കും. അക്കാര്യത്തില് എന്റെ മോൻ പേടിക്കണ്ട. എനിക്കെന്തിനാ പേടി? എന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അങ്കിൾ ഇതൊക്കെ ചെയ്യുന്നത്. യെസ്, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. പിന്നെ മിനിസ്റ്റർ ആകുമ്പോ പൊളിറ്റീഷ്യന്റെ മാനസങ്ങളൊക്കെ കാണിക്കാനുള്ള ഡ്രസ്സും ഒക്കെ വേണം. മുണ്ടും ഷർട്ടും തന്നെയാ നല്ലത്. ഈ മുണ്ട് തേച്ച് നല്ല പടാന്നിരിക്കണം. മുണ്ടുരിഞ്ഞ് വീശി ഒരുത്തനിട്ടൊന്ന് കൊടുത്താൽ അവൻ ഓൺ ദ സ്പോട്ടിൽ വടിയായി വീണം. എന്തായാലും ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി. ശുദ്ധ തെമ്മാടിത്തരോ. അതെ, കാര്യം വാടക വീടാ. പക്ഷെ വാടക വീട് ഒഴിപ്പിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാ വേനോട്ടം കുടുംബം മാറിക്കൊടുക്കില്ലേ? അവരൊക്കെ നല്ല മനുഷ്യരാന്നേ. എല്ലാം രുക്മിണിയുടെ അഹങ്കാരോ. പലിശയ്ക്ക് പണം കൊടുത്ത് ഗുണ്ടകളെ വിട്ട് പിരിവ് നടത്തുന്നവളല്ലേ അവള്. രുക്മിണി മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
രുക്മിണിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതേ ആ ശ്രീലക്ഷ്മിയാ, വേണുവേട്ടന്റെ മോള്. ആ അത് ശരിയാ. മകളുടെയും മരുമോന്റെയും വൈരാഗ്യം തീർക്കുന്നത്. അല്ലെങ്കിലും ആ രാജുവേ ആ രമ്യയെ കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ടേ രുക്മിണിക്ക് വേണുവേട്ടന്റെ കുടുംബത്തോടെ ഭയങ്കര വൈരാഗ്യ. ഉം. ദേ അവര് വന്നിട്ടുണ്ട്, നമുക്കിരുന്ന് മാറിയിക്കാം. വാ. ആ ഈ വീട് ഞങ്ങൾ ആ വടിവാള് ഭാസ്കരേട്ടന് വിറ്റു. അല്ല, ഈ വീട് നീക്കം ചെയ്ത് കൊടുക്കാന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടിച്ചേർത്താൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? അത് ചോദിക്കാനാണ് ഞാനിപ്പോ മണിയെ വിളിച്ചത്. എന്താ അരീഷ ഇതൊക്കെ? എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എത്ര കാലമായിട്ട് വേണുവേട്ടനും കുടുംബം താമസിക്കുന്ന വീടായത്? എടാ, വീട് ഞങ്ങൾ ഭാസ്കറിന് വിറ്റു, അതല്ലേ പറഞ്ഞേ? അത് ഞാൻ അറിഞ്ഞു. വേണുവേട്ടന് പകരം ഒരു വീട് കിട്ടുന്നവരെ അവരെവിടെ താമസിപ്പിക്കുന്നതല്ലേ ഒരു മര്യാദ. നിങ്ങൾ മര്യാദ കിടന്നു ഞങ്ങളെ പഠിപ്പിക്കണ്ട. ദേ, നിങ്ങളുടെ ആരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല. ഇതെന്റെ വീടായിരുന്നു. ഇത് വിറ്റപ്പോ വീട് ഇടിച്ചു നിരത്തി കൊടുക്കാമെന്നായിരുന്നു എഗ്രിമെന്റ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ? ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ടും വേണുവേട്ടനെ കുടുംബത്തെ അറിയുന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും വേണുവേട്ടനും മകനും വരുമ്പോഴും അല്ലേ, മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ. മനസാക്ഷി കച്ചവടത്തിനല്ല ഞാൻ മണിയെ ഇങ്ങോട്ട് വിളിച്ചത്, JCB ഓപ്പറേറ്ററായിട്ടാ. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ വേറെ ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചോളാം. ശരി, വിഷമമുണ്ട്.